കഥയാരംഭിക്കുന്നത് ഒരു സബ്വേയിൽ നിന്നുമാണ്. ഡോക്ടർ മാരിക്കോ എന്നു പേരുള്ള ഒരു ഡോക്ടർ നമ്മൾ പരിചയപ്പെടുന്നു. വളരെ ദയാലുവും സ്നേഹസമ്പന്നയുമായ ആ ഡോക്ടർ അന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. അവരങ്ങനെ പുറത്തേക്കിറങ്ങിയെത്തിയപ്പോൾ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ബസ്സിലേക്ക് കയറാൻ അവർ അടുത്തു ചെന്നു. പക്ഷെ അപ്പോഴേക്കും ബസ് മുന്നോട്ട് നീങ്ങിയിരുന്നു. ബസ്സിനകത്തിരുന്ന കുട്ടികൾ അവരെ നോക്കി ചെറിയ രീതിയിൽ കളിയാക്കി ചിരിച്ചു. പക്ഷെ മുന്നോട്ട് പോയ ബസ് അധിക ദൂരം പിന്നിടുന്നതിന് മുമ്പേ പെട്ടെന്ന് സ്ഫോടനത്തിന് വിധേയമായി. ഒരു പൊട്ടിത്തെറി സംഭവിച്ചു. ഡോക്ടർ മാരിക്കോ ഷോക്കായി നിൽക്കുകയായിരുന്നു. ഒട്ടും വൈകിയില്ല. ബസ്സിനടുത്തേക്ക് അവർ ഓടിച്ചെല്ലാൻ തുടങ്ങി. ഇതേ സമയം സ്ഫോടനത്തിൽപ്പെട്ട ബസ്സിൽ നിന്നും ഒരു കുട്ടി പുറത്തേക്ക് ജീവനായി ഓടി വന്നിരുന്നു. മാരിക്കോ ആ കുട്ടിയെ സഹായിച്ചു. സഹായത്തിനായി ചുറ്റിലുമായി അവർ അലറി വിളിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ പ്രദേശത്ത് തന്നെ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് സങ്കടമോ ഒന്നും പ്രകടമായിരുന്നില്ല. ആശങ്ക പോലും ഉണ്ടായിരുന്നില്ല. അവരാണ് ആ സ്ഫോടനം നടത്തിയത് എന്ന മട്ടിലുള്ള ഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അധികം വൈകാതെ സംഭവ സ്ഥലത്തേക്ക് ഡിറ്റക്റ്റീവ് ചായയും ഡിറ്റക്റ്റീവ് ഹിരോനോയും വന്നെത്തുകയാണ്. കേസന്വേഷണത്തിന്റെ ചുമതല അവർക്കായിരുന്നു. അവിടെത്തിയവർ പരിശോധന നടത്തി. അത് വെറുതെ ഒരു തീപിടുത്തമായിരുന്നില്ലെന്നും ശക്തമായ സ്ഫോടനം തന്നെയാണ്, അതും പ്രീ പ്ലാൻഡായി നടത്തിയതാണ് എന്ന നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. പിന്നാലെ മീറ്റിംഗ് വിളിച്ചിരുന്നു. മീറ്റിംഗിനുള്ളിൽ ഡിറ്റക്റ്റീവ് ചായ നിന്ന് തന്റെ സംശയങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ബോംബ് സ്ഫോടനത്തിനൊരു ഫോർച്യൂൺ ടെല്ലർ, അതായത് ഒരു ജ്യോതിഷിയുമായി ബന്ധമുണ്ടോ എന്ന സംശയത്തിന്റെ കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. മണിക്കൂറുകൾക്ക് മുമ്പ് കിഞ്ചു എന്ന ഫോർച്യൂൺ ടെല്ലർ ഒരു TV ഷോയിൽ വൈകാതെ ഇത്തരത്തിലൊരു ബസ് സ്ഫോടനം നടക്കും എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലൊരു സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല അത് പറഞ്ഞ കിഞ്ചു ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതിന്റെ ദുരൂഹത എന്തെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. കുറ്റവാളികളെ കണ്ടെത്തണം. ഡിറ്റക്റ്റീവുകൾ തലപുകയാൻ ആരംഭിച്ചു. സാധാരണ രീതിയിലായിരുന്നില്ല ആ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചിരുന്നത്. പതിവില്ലാത്ത മെറ്റീരിയൽസ് ആയിരുന്നു അതിൽ ഉപയോഗിച്ച് കണ്ടത്. അധികം വൈകാതെ അന്വേഷണത്തിന്റെ ഭാഗമായി അവർക്ക് ചെറിയ ലീഡ് കിട്ടി. ആ ലീഡ് പിടിച്ച് ഒരു വെയർഹൌസിലേക്ക് ഡിറ്റക്റ്റീവ് ചായയും ഹിരോനോയും എത്തിച്ചേരുകയാണ്. അവർ ആ വെയർഹൌസിന്റെ പുറത്തെത്തിയതും വെയർഹൌസിനകത്തു നിന്നും ഒരു സ്ത്രീ അലറിക്കരയുന്ന ശബ്ദം കേട്ടു. ഉടനടി ഡോർ തുറന്നവർ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതും ആ ബിൽഡിംഗിൽ തന്നെ വലിയൊരു സ്ഫോടനം നടക്കുകയാണ്. ഹിരോനോ സ്ഫോടനത്തിൽപ്പെട്ട് പുറത്തേക്ക് തെറിച്ചു വീണു. ചായ സൂക്ഷ്മമായി അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നു ചെന്ന് അവൻ കണ്ടത് ആ ബിൽഡിങ്ങിനകത്ത് നിൽക്കുന്ന ഒരു യുവാവിനെയായിരുന്നു. ആ വെയർഹൌസ് മുഴുവൻ തകർന്നു കിടക്കുന്നു. ആ യുവാവിന് നേരെ ചായ തോക്കു ചൂണ്ടി അവനെ ബന്ദിയാക്കി. ഇച്ചേരോ സുസുക്കി എന്നായിരുന്നു അവന്റെ പേര്. ഇച്ചേരോ അറസ്റ്റ് ചെയ്യപ്പെട്ട് സ്റ്റേഷനിലേക്ക് എത്തിക്കപ്പെടുകയാണ്. ഇച്ചേരോ അങ്ങനെ സെല്ലിൽ തുടരുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന രണ്ട് ക്രിമിനൽസ് സംസാരിക്കുന്നത് അവൻ കേട്ടു. എത്ര വലിയ കുറ്റം ചെയ്തവനും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നതിനെ പറ്റിയൊക്കെയായിരുന്നു അവർ സംസാരിച്ചത്. അടുത്ത ദിവസം ആ ക്രിമിനൽസും ഇച്ചേരോയും പരസ്പരം പാസ് ചെയ്യുന്നൊരു ഘട്ടമെത്തിയപ്പോൾ ഇച്ചേരോ അവരെ കടന്നാക്രമിച്ചു. ഇച്ചേരോ അത്രമേൽ സ്ട്രോങ് ആയ വ്യക്തിയായിരുന്നു. അവന്റെ ആക്രമണത്തെ തടയുവാൻ പോലീസ് വരെ ശ്രമിച്ചിട്ടും അവർക്കത്രയ്ക്ക് അങ്ങ് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ രണ്ട് ക്രിമിനൽസിൽ ഒരാൾക്ക് സാരമായ പരിക്കേൽപ്പിച്ചതിനു ശേഷം മാത്രമേ ഇച്ചേരോ തന്റെ ആക്രമണത്തിൽ നിന്ന് പിന്മാറിയുള്ളൂ. സംഭവം ഡിറ്റക്റ്റീവ് ചായയുടെ ചെവിയിലെത്തി. അതോടെ ഇച്ചേരോയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്ന തരത്തിലേക്ക് ചായ സംശയിക്കുകയാണ്. അങ്ങനെയാണ് ഇച്ചേരോയെ ഒരു സ്പെഷ്യൽ സെല്ലിലേക്ക് മാറ്റുന്നത്. ഡോക്ടർ എത്തിയവിടെ പരിശോധന നടത്താനുള്ള സൗകര്യവും അവർ ചെയ്തു കൊടുത്തു. അവനെ അന്ന് സ്പെഷ്യൽ സെല്ലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന സെല്ലിന്റെയും ജയിലിന്റെയും ലേഔട്ട് ഒറ്റ നോട്ടത്തിൽ അവൻ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ സെല്ലിൽ ഇച്ചിരോ കഴിയാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് ചികിത്സയ്ക്കായി ഇച്ചിരോയെ പരിശോധിക്കാനെത്തിയത് ഡോക്ടർ മാരിക്കോ ആയിരുന്നു. ഇച്ചിരോയുടെ ശരീരം പരിശോധിച്ചപ്പോ ശരീരത്തിൽ ഒരുപാട് മുറിപ്പാടുകളും ഉപദ്രവമേറ്റ പാടുകളുമൊക്കെ ഡോക്ടർ നോക്കിക്കണ്ടു. അങ്ങനെ ഇച്ചിരോയുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നു. പരിശോധനയിൽ ഇച്ചിരോയുടെ ബ്രെയിനിൽ വളരെ വിചിത്രമായ പല സംഗതികളും ഡോക്ടർ കണ്ടെത്തുകയാണ്. പരിശോധനയുടെ ഭാഗമായി ഇച്ചിരോ അറിയാത്തവണ്ണം ഇച്ചിരോയുടെ പുറത്ത് ഒരു പിന്നുവരെ ഡോക്ടർ കുത്തിനോക്കി. പക്ഷെ ഇച്ചിരോയ്ക്ക് വേദനയെ എടുക്കുന്നുണ്ടായിരുന്നില്ല. പരിശോധനാ സമയത്ത് മറ്റൊരു വിചിത്ര കാര്യവും ഡോക്ടർ നോക്കിക്കണ്ടു. എല്ലാ ദിവസവും ഫുഡ് കഴിച്ച് കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇച്ചിരോ ടോയ്ലറ്റിൽ പോകും. ആ സെല്ലിലോ ഒബ്സർവേഷൻ റൂമിലോ ഒന്നും ക്ലോക്കേ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇച്ചിരോയ്ക്ക് ഇതെങ്ങനെ കൃത്യം 1 മണിക്കൂറിൽ സാധ്യമാകുന്നു എന്നത് ഡോക്ടർക്ക് തെല്ല അതിശയം തീർത്തിരുന്നു. കഥ അവിടെ നിന്നും കുറ്റകൃത്യം നടത്തിയ ആ രണ്ട് സ്ത്രീകളിലേക്ക് തിരിയുകയാണ്. മിഡോരിക്കാവ എന്നും യൂറിയ എന്നുമായിരുന്നു അവരുടെ പേരുകൾ. കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. യാഥാർത്ഥ്യത്തിൽ ഇച്ചിരോയെ പിടികൂടിയ വെയർഹൌസ് ഉണ്ടല്ലോ, ആ വെയർഹൌസിൽ ആ രണ്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരെ പിടിക്കാനായിരുന്നു ഇച്ചിരോ അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. പക്ഷെ അവർ വിദഗ്ധമായി ഇച്ചിരോയെ ആക്രമിച്ച് സ്ഫോടനം നടത്തി രക്ഷപ്പെടുകയായിരുന്നു. അവരെ ആക്രമിക്കാനും പിടിക്കാനും എത്തിയ ഇച്ചിരോ പോലീസ് കസ്റ്റഡിയിലുമായി. ഇച്ചിരോയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഇച്ചിരോയ്ക്ക് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട് എന്ന കാര്യം മിഡോരിക്കാവയ്ക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരോയെ
ഇച്ചിരോയെ രക്ഷപ്പെടുത്തി തങ്ങളുടെ കൂടെ ചേർത്താലോ എന്ന് മിഡോരിക്കാവയ്ക്ക് തോന്നി. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ അവർ നടത്താൻ ആരംഭിച്ചു. അടുത്ത ദിവസം യൂറിയ വേഷം മാറി ഒരു നഴ്സിന്റെ വേഷത്തിൽ ആശുപത്രിയിലെത്തി. ഡോക്ടർ മാരിക്കോയുടെ ബാഗിലേക്ക് ഒരു ലിസണിംഗ് ഡിവൈസ് വെച്ചു. കൂട്ടത്തിൽ മാരിക്കോയുടെ താക്കോലിന്റെ കോപ്പിയും അവർ പകർത്തിയെടുത്തിരുന്നു. അന്ന് മാരിക്കോ പരിശോധനയ്ക്ക് ശേഷം ഇച്ചിരോയെ സെല്ലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്കൊരു യുവാവ് വന്ന് മാരിക്കോയെ വിളിക്കുന്നത്. ഷിമുറ എന്നായിരുന്നു അവന്റെ പേര്. കണ്ടാൽ ഏറെ സാധുവായിട്ടുള്ള ഒരു പാവമായിട്ടുള്ള പയ്യൻ. ഷിമുറ ഒരിക്കൽ മാരിക്കോയുടെ പേഷ്യന്റ് ആയിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ഷിമുറയെ വല്ലാത്തൊരു ഭാവത്തിൽ ഇച്ചിറോ നോക്കുന്നുണ്ടായിരുന്നു. മാരിക്കോ അത് ശ്രദ്ധിച്ചു. ഇച്ചിരോയുടെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഇച്ചിരോയെ പറ്റി കൂടുതൽ പഠിക്കണം എന്ന് മാരിക്കോക്ക് തോന്നി. അങ്ങനെ മാരിക്കോ ഇച്ചിരോയുടെ പാസ്റ്റിനെ പറ്റി പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെയാണ് മാരിക്കോ ഡോക്ടർ ഐസാവയെ ചെന്ന് കാണുന്നത്. കുട്ടിയായിരുന്ന സമയത്ത് ഡോക്ടർ ഐസാവ ഇച്ചിരോയെ നോക്കുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഡോക്ടർ ഐസാവ ഇച്ചിരോയെ പറ്റി തനിക്കറിയാവുന്ന കാര്യങ്ങൾ ഡോക്ടർ മാരിക്കോയോട് പറഞ്ഞു. ഇച്ചിരോ സാധാരണ കുട്ടികളെ പോലായിരുന്നില്ല. എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഒരു പാവയെ പോലെ അവൻ ഇരിക്കുകയേ ഉള്ളൂ. ഒരു ബഹളത്തിനോ ഒച്ചപ്പാടിനോ ഒന്നും പോവില്ല. ഇച്ചിരോയുടെ പാരന്റ്സ് വളരെ കുട്ടിക്കാലത്തിലെ ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടതാണ്. അതിനുശേഷം ഇച്ചിരോയെ വളർത്തിയത് ഇച്ചിരോയുടെ മുത്തച്ഛൻ ഐറിഷുവായിരുന്നു. തന്റെ പേരക്കുട്ടിയുടെ വിചിത്രമായ പെരുമാറ്റ രീതികളിൽ ഐറിഷുവിന് അതിശയം തോന്നിയിരുന്നു. അങ്ങനെ ഐറിഷുവായിരുന്നു ഡോക്ടർ ഐസാവയെ ഇച്ചിരോയെ പറ്റി പഠിക്കാനും ചികിത്സയ്ക്കുമായി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഐസാവ ഇച്ചിരോയെ ഡെയിലി ലൈഫ് റൊട്ടീൻസ് പഠിപ്പിച്ചു. അതായത് ഭക്ഷണം കഴിച്ച് എത്ര സമയം കഴിയുമ്പോൾ ടോയ്ലറ്റിൽ പോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ എല്ലാം തന്നെ ഐസാവ പറയുമ്പോൾ മാത്രമായിരുന്നു ഇച്ചിരോ ചെയ്തിരുന്നത്. കാണുമ്പോൾ അവനൊരു മന്ദബുദ്ധിയാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവന്റെ തലച്ചോറിന് ഒരു കുഴപ്പവുമില്ല. അവനൊരു എക്സ്ട്രാ ഓർഡിനറി തലച്ചോറുള്ള പേഴ്സൺ ആണ്. ഫോട്ടോഗ്രാഫിക് മെമ്മറി അടക്കമുണ്ട്. ഒരു ബുക്കിലേക്ക് അവൻ നോക്കിയാൽ അതിനകത്തുള്ളതെല്ലാം തന്നെ ഒറ്റ നിമിഷത്തിൽ അവന്റെ മെമ്മറിയിൽ പതിയും. അത്രയധികം ബുദ്ധിമുട്ടുള്ള പസിൽസ് പോലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവന് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇച്ചിരിയുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഒരുപാട് ബുക്കുകളുടെ ശേഖരം പോലെയാണ്. അവൻ ഇതുവരെ വായിച്ചിട്ടുള്ള എല്ലാ ബുക്കുകളും അവന്റെ ഓർമ്മയിലുണ്ടാകും. ഒരു കമ്പ്യൂട്ടറിനേക്കാൾ അധികം ഡാറ്റകൾ അവന്റെ തലച്ചോറിലുണ്ട്. അതുകൊണ്ട് അവനെ ഞാൻ ബ്രെയിൻമാൻ എന്നാണ് വിളിച്ചിരുന്നത് എന്ന് ഐസാവ വ്യക്തമാക്കി. എല്ലാം കൊണ്ടും അവൻ ഓക്കെയാണ്. ആകെയുള്ള പ്രശ്നം ആരെങ്കിലും അവനോട് പറഞ്ഞാലേ അവൻ ഭക്ഷണം കഴിക്കൂ, ടോയ്ലറ്റിലും പോകൂ. എല്ലാ പഠനങ്ങളും കഴിഞ്ഞപ്പോ ഇച്ചിരോയുടെ ഗ്രാൻഡ് ഫാദർ ഐറിഷു ഇച്ചിരോയെ മറ്റെങ്ങോട്ടേക്കോ മാറ്റിയിരുന്നു. ഐറിഷുവിന് ഇച്ചിരോയെ പറ്റി വേറെന്തോ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഐറിഷു തനിക്ക് ഏറിയറിയാവുന്ന മാർഷൽ ആർട്ടിസ്റ്റ് ഈനോയുടെ അടുത്തേക്ക് ഇച്ചിരോയെ എത്തിച്ചു. ഈനോ ഇച്ചിരോയെ മാർഷൽ ആർട്സിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഇച്ചിരോ അതൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ലോകത്തിലെ തിന്മയ്ക്കെതിരെ ഇച്ചിരോയെ വെച്ച് പൊരുതണം എന്ന് ഐറിഷു ആഗ്രഹിച്ചു. പക്ഷെ അതിലൊരു പേഴ്സണൽ കാര്യവും ഉണ്ടായിരുന്നു. ഇച്ചിരോയുടെ അച്ഛനും അമ്മയും, അതായത് ഐറിഷുവിന്റെ മോനും ഭാര്യയും മരിച്ചത് ഒരു കാർ അപകടത്തിലായിരുന്നല്ലോ. അത് പക്ഷെ ഒരു സാധാരണ അപകടമായിരുന്നില്ല. മനഃപൂർവ്വം അവരെ കൊലപ്പെടുത്തിയതായിരുന്നു. അതിന് പ്രതികാരം ചെയ്യണം എന്ന് ഐറിഷു ആഗ്രഹിച്ചിരുന്നു. ഇച്ചിരോയെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഈനോയ്ക്ക് ഇച്ചിരോയുടെ കഴിവുകൾ വളരെ പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഐറിഷുവിന്റെ അടുത്ത് നിന്ന് ഇച്ചിരോയെ കൂട്ടിക്കൊണ്ടുപോയാലോ എന്ന തരത്തിലേക്ക് ഈനോ ചിന്തിക്കുകയാണ്. തിന്മയ്ക്കെതിരെ പൊരുതണം, അക്രമം അഴിച്ചുവിടണം എന്നൊക്കെ ഐറിഷു പഠിപ്പിക്കുന്നിടത്ത് നിന്ന് ഇച്ചിരോയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഹ്യൂമാനിറ്റിയും മനുഷ്യത്വവും എന്താണ് എന്ന് ഇച്ചിരോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് ഈനോയ്ക്ക് ഉണ്ടായിരുന്നു. ഈനോ അന്ന് ഇച്ചിരോയും കൂട്ടി അവിടെ നിന്ന് പുറത്തു കടന്നു. അന്നായിരുന്നു ആ ദാരുണ സംഭവം അരങ്ങേറിയത്. ഐറിഷുവിന്റെ വീട്ടിലേക്ക് കള്ളന്മാർ കടന്നു കയറി ആക്രമണം നടത്തി, മോഷണം നടത്തി ഐറിഷുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. സംഭവം കണ്ട് അങ്ങോട്ടേക്ക് ഇച്ചിരോയും ഈനോയും എത്തിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മോഷ്ടാവ് ഇച്ചിരോയെ കടന്നാക്രമിച്ചു. അവന്റെ ദേഹത്തിൽ കത്തികുത്തി. അന്ന് ഇച്ചിരോ ഒട്ടും മടിച്ചില്ല. തന്റെ എതിരെ നിന്ന് ആ മോഷ്ടാവിനെ ഇച്ചിരോ കൊന്നുതള്ളി. ആദ്യമായിട്ടായിരുന്നു ആരുമൊന്നും പറയാതെ ഒരു ഉത്തരവുമില്ലാതെ ഇച്ചിരോ അത്തരത്തിൽ പ്രവർത്തിച്ചത്. അന്ന് മോഷ്ടാക്കൾ അവരുടെ ആ വീടിനെ തീയിട്ടിരുന്നു. ആ സംഭവത്തിനു ശേഷം മരണപ്പെട്ട ഐറിഷുവിന്റെ മൃതദേഹം കിട്ടി. ഇച്ചിരോയെ പിന്നീട് ആരും കണ്ടിട്ടുമില്ല. പക്ഷെ ആ സംഭവത്തിനു ശേഷം കുറെ മോഷ്ടാക്കളും ക്രിമിനൽസും ഒക്കെ കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ്സ് വിശ്വസിച്ചത് ഇച്ചിരോ ആയിരിക്കും ഇത്തരത്തിൽ എല്ലാവരെയും കൊലപ്പെടുത്തുന്നത് എന്ന മട്ടിൽ തന്നെയായിരുന്നു. ഡോക്ടർ മാരിക്കോയിൽ നിന്ന് ആ വിവരങ്ങൾ ഡിറ്റക്റ്റീവ് ചായ മനസ്സിലാക്കി. അതോടെ ഡിറ്റക്റ്റീവ് ചായയ്ക്ക് കാര്യം മനസ്സിലായി. അന്ന് ആ വെയർഹൌസിൽ ഇച്ചിരോ യാഥാർത്ഥ്യത്തിലെത്തിയത് തങ്ങളെപ്പോലെ ആ സ്ഫോടനം നടത്തിയവരെ വകവരുത്താൻ വേണ്ടിയായിരിക്കണം. പകരം ഇച്ചിരോ പിടിക്കപ്പെട്ടതാണ്. സ്ഫോടനം നടത്തിയവർ രക്ഷപ്പെട്ടു പോയിട്ടുമുണ്ട്. മറുവശത്ത് മാരിക്കോ ആകട്ടെ ഇച്ചിരോയുടെ ചികിത്സ തുടർന്നു. ഒരിക്കൽ ഇച്ചിരോയുടെ ഒപ്പം ഇരുന്ന്
സംസാരിക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ തന്നെ ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു ട്രോമയെപ്പറ്റി ഡോക്ടർ മാരിക്കോ ഇച്ചിരോയോട് പറഞ്ഞു. ഡോക്ടർ മാരിക്കോയുടെ സഹോദരിയെ ഏതോ ഒരാൾ പീഡിപ്പിച്ചു കൊന്നിരുന്നു. അവളുടെ ശരീരവും പിരികവും അടക്കം ഷേവ് ചെയ്ത നിലയിലായിരുന്നു മൃതദേഹം കിട്ടിയത്. അന്നതിന് കുറ്റവാളിയായി കണ്ടെത്തിയത് ഷിമുറയെയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇച്ചിറോ നോക്കിക്കണ്ട് ഷിമുറ എന്ന പയ്യനില്ലേ ഡോക്ടർ മാരിക്കോയോട് സംസാരിച്ച അതേ പയ്യൻ തന്നെ. പിന്നാലെ മാരിക്കോ ഇച്ചിരോയോട് സംസാരിച്ച് ഇച്ചിരോ ഒരിക്കലും അത്രയധികം മോശം വ്യക്തിയല്ല എന്നവനെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. ഇച്ചിരോയുടെ പരിശോധനയും ചികിത്സാ രീതികളുമൊക്കെ പൂർത്തിയായതും ഇച്ചിരോയെ അവിടെ നിന്നും മറ്റൊരു സെല്ലിലേക്ക് മാറ്റാൻ തീരുമാനമായി. ഡിറ്റക്റ്റീവ് ചായയും ഹിരോനോയും വലിയൊരു സംഘം പോലീസുമായിരുന്നു ഇച്ചിരോയെ കൊണ്ടുപോയിരുന്നത്. പക്ഷേ യാത്രാമധ്യേ തന്റെ വിലങ്ങഴിച്ച ഇച്ചിരോ ഹിരോനോയെ ബന്ദിയാക്കി. ഹിരോനോയുടെ ജീവൻ അപകടത്തിലായാലോ എന്ന് ചിന്തിച്ച് ഡിറ്റക്റ്റീവ് ചായയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം ആ വാഹനവ്യൂഹത്തിന്റെ അടുത്തേക്ക് സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മിഡോരിക്കാവയും യൂറിയയും വന്നെത്തുന്നുണ്ടായിരുന്നു. ആ പോലീസ് കാർ തകർത്ത് ഇച്ചിരോയെ സഹായിച്ച് പുറത്തു കടത്തി തങ്ങളുടെ കൂടെ കൂട്ടാനായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. മുമ്പിൽ പോയ വാഹനവ്യൂഹത്തിലെ ഒരു ഡ്രൈവറെ അവർ ആക്രമിച്ച് അപകടത്തിൽപ്പെടുത്തി. അതോടെ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിയുണ്ടാവുകയും അവിടെ വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്തു. വാഹനത്തിനകത്തുണ്ടായിരുന്ന ഇച്ചിരോ ആദ്യമേ തന്നെ മിഡോരിക്കാവയെയും മറ്റും കണ്ടിരുന്നു. അതുകൊണ്ടായിരുന്നു ഇച്ചിരോ അവരെ ബന്ദിയാക്കി വളരെ പെട്ടെന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചതുപോലും. പുറത്തൊരു പോലീസുകാരനെ ബന്ദിയാക്കി നിർത്തി മിഡോരിക്കാവയും യൂറിയയും ഇച്ചിരോയോടായി പറഞ്ഞു, ഞങ്ങൾ വന്നത് നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാനാണ്. ഇച്ചിരോ പുറത്തേക്ക് ഇറങ്ങി വന്നു. പക്ഷേ അവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇച്ചിരോ തോക്കെടുത്ത് അവർക്കെതിരെ വെടിയുതിർത്തു. യൂറിയയുടെ ശരീരത്തിൽ വെടിയേറ്റു. വീഴുന്നതിനു മുമ്പ് മിഡോരിക്കാവ തന്റെ കയ്യിലുണ്ടായിരുന്ന ഡെറ്റനേറ്ററിൽ വിരലമർത്തി. പോലീസ് കാറിൽ സെറ്റ് ചെയ്തിരുന്ന സ്ഫോടക വസ്തു വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയാണ്. ആ ഒരു നിമിഷം ഏവരും തെറിച്ചു വീണിരുന്നു. അവസരം മുതലെടുത്ത മിഡോരിക്കാവ വേഗത്തിൽ വണ്ടിയെടുത്ത് രക്ഷപ്പെട്ടു. ആക്രമണത്തിൽ ഡിറ്റക്റ്റീവ് ഹിരോനോയ്ക്ക് സാരമായ പരിക്കേറ്റിരുന്നു. ഹിരോനോയെ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റി. അധികം വൈകാതെ ആശുപത്രിയിൽ റെസ്റ്റ് റൂമിലായിരുന്ന ഡോക്ടർ മാരിക്കോ മിഡോരിക്കാവയാൽ ആക്രമിക്കപ്പെടുകയാണ്. കണ്ണു തുറക്കുമ്പോൾ മിഡോരിക്കാവ ഒരു മുറിയിലായിരുന്നു. അവളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ശരീരത്തിൽ വളരെ വലിയൊരു സ്ഫോടക വസ്തുവും കെട്ടിവെച്ചിട്ടുണ്ട്. ഇച്ചിരോയെ തന്റെ അടുത്തേക്ക് എത്തിക്കാൻ മിഡോരിക്കാവ ചെയ്ത പ്ലാനുകളായിരുന്നു ഇതെല്ലാം. ആശുപത്രിയുടെ പൈപ്പ് ലൈൻസിൽ പലയിടത്തായി മിഡോരിക്കാവ സ്ഫോടക വസ്തു സ്ഥാപിക്കുകയും ചെയ്തു. മൊത്തത്തിൽ ആശുപത്രിയിലെ ലൈറ്റും അവൾ ഓഫ് ചെയ്തിരുന്നു. കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ്. സാമ്പിൾ എന്നപോലെ ബിൽഡിംഗിന്റെ ഓരോ ഭാഗത്തായി അവൾ സ്ഫോടനം നടത്താൻ ആരംഭിച്ചു. ഇതേ സമയം വിവരമൊക്കെ അറിഞ്ഞ ആശുപത്രിയിലേക്ക് എത്തിയിരുന്ന ഡിറ്റക്റ്റീവ് ചായയും സംഘവും ബോംബുകൾ കണ്ടെത്താനും അത് ഡിസ്മാൻഡിൽ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടു പോയിരുന്ന ഇച്ചിരോ തിരികെ എത്തുന്നത്. ഇച്ചിരോ അവരോടായി പറഞ്ഞു, തനിക്ക് കൺട്രോൾ റൂമിലേക്ക് പോകണം, ഒക്കെ നിയന്ത്രിക്കണം എന്ന് ഇച്ചിരോ പറഞ്ഞപ്പോ ഡിറ്റക്റ്റീവ് ചായ ആദ്യമൊന്ന് സംശയിച്ചിരുന്നു. എന്നിരുന്നാലും ഇച്ചിരോയെയും കൂട്ടി കൺട്രോൾ റൂമിലേക്ക് ചായ പോവുകയാണ്. കൺട്രോൾ റൂമിൽ എത്തിയപ്പോഴോ ചായയും ഇച്ചിരോയും അവിടെ ബന്ദിയാക്കിയിരുന്ന ഹിരോനോയെ നോക്കിക്കണ്ടു. സ്ഫോടക വസ്തുക്കൾ ഹിരോനോയുടെ ശരീരത്തിൽ വെച്ച് കെട്ടിയിരുന്നു. പെട്ടെന്ന് ചായയുടെ ഫോൺ റിങ് ചെയ്തു. വിളിച്ചത് മിഡോരിക്കാവയായിരുന്നു. മിഡോരിക്കാവ പറഞ്ഞു, നിങ്ങൾ ആ ഇച്ചിരോയെ എത്രയും വേഗം ബന്ദിയാക്കിക്കോളൂ. അയാളെ തടഞ്ഞാൽ ഞാൻ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ മിഡോരിക്കാവയുടെ ഭീഷണിക്ക് മുമ്പിൽ ചായ ഭയന്നില്ല. ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തനിക്കൊരു ടീമുണ്ടെന്നും എന്നെ ഭീഷണിപ്പെടുത്തണ്ട എന്നുമായിരുന്നു ചായയുടെ മറുപടി. പക്ഷേ ആ സമയം അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. ചായയുടെ ടീമിനെ ഒരു സ്ഫോടനത്തിലൂടെ മിഡോരിക്കാവ ഇല്ലാതാക്കി. മിഡോരിക്കാവ ഒരുക്കിയ ട്രാപ്പിൽ അവർ ചെന്ന് പെടുകയായിരുന്നു. ഇനി മുമ്പോട്ട് ഒരു രക്ഷയുമില്ലെന്ന് കണ്ടതും ചായ ഇച്ചിരോയെ തടവിലാക്കാൻ ശ്രമിച്ചു. അവർ തമ്മിൽ ഒരു കയ്യാങ്കളി നടക്കുകയാണ്. ഇതിലിടപെടാൻ ഹിരോനോ ശ്രമിച്ചപ്പോ ബന്ധിതാവസ്ഥയിൽ നിന്നും അയാൾ താഴെ വീഴുകയും ശരീരത്തിലെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഒരു സ്ഫോടനം സംഭവിക്കുകയും ചെയ്തു. ഹിരോനോ കൊല്ലപ്പെടുകയാണ്. അതോടെ ചായയുടെ ശ്രദ്ധ മാറി. ഈ അവസ്ഥയിൽ ഇച്ചിരോ പുറത്തു കടന്നു. ഇച്ചിരോ നേരെ പോയത് മിഡോരിക്കാവ അവനോട് ചെല്ലാൻ പറഞ്ഞിടത്തേക്കായിരുന്നു. അവിടെ ഒരു കാറിൽ മിഡോരിക്കാവ ഡോക്ടർ മാരിക്കോയെ ബന്ദിയാക്കി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാർ വേഗത്തിലോടിച്ച് ഇച്ചിരോയെ മിഡോരിക്കാവ ഇടിച്ചു തെറിപ്പിച്ചു. പക്ഷേ വണ്ടിയിടിച്ച് താഴെ വീണിട്ടും തന്റെ സ്ട്രെങ്ത് കൊണ്ട് ഇച്ചിരോ എഴുന്നേറ്റു വന്നു. വീണ്ടും മിഡോരിക്കാവ കാറുകൊണ്ട് ഇച്ചിരോയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വേഗത്തിൽ കാർ ഓടിച്ച് ഇച്ചിരോയെ ഇടിപ്പിക്കാൻ ശ്രമിച്ച ഒരു അവസരത്തിൽ മിഡോരിക്കാവ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു. അതോടെ വണ്ടി തെന്നിമാറി ചെറിയൊരു അപകടത്തിൽപ്പെട്ടു. അവസരം മുതലെടുത്ത് അങ്ങോട്ടേക്കെത്തിയ ഇച്ചിരോ മിഡോരിക്കാവയെ പിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഡോക്ടർ മാരിക്കോ പുറത്തേക്ക് വന്നിരുന്നു. ഇച്ചിരോയോട് അവൾ അലറി പറഞ്ഞു, നീ ഒരു മോശം മനുഷ്യനല്ല, ആരെയും ഉപദ്രവിക്കാൻ
പേടിക്കേണ്ട ഒരു കാര്യവും നിനക്കില്ല. ഈ സമയം മെഡോരിക്കാവയാകട്ടെ തന്റെ കയ്യിലെ ഡെറ്റനേറ്റർ എടുത്ത് ഡോക്ടർ മാരിക്കോയുടെ ദേഹത്തിൽ പിടിപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിക്കാൻ സ്വിച്ച് അമർത്താൻ ആരംഭിക്കുകയായിരുന്നു. കൃത്യസമയം അങ്ങോട്ടേക്കെത്തിയ ചായ അത് കാണുകയും മെഡോരിക്കാവയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഒന്നുകൂടി അടുത്തേക്കെത്തിയ ചായ മെഡോരിക്കാവയെ ഒന്നുകൂടി വെടിവെച്ച് അവൾ മരണപ്പെട്ടു എന്ന കാര്യം പൂർണ്ണമായി ഉറപ്പിച്ചു. പിന്നാലെ ചായ തന്റെ തോക്ക് ഇച്ചിരോയുടെ നേരെ നീട്ടി വെടിവെക്കാൻ തുനിഞ്ഞപ്പോ അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. ഇച്ചിരോ ഒന്നും തന്നെ ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. സാരമായ പരിക്കേറ്റിരുന്നിട്ടും അവിടെ നിന്ന് പതിയെ ഇച്ചിരോ നടന്നു നീങ്ങി. ഡോക്ടർ മാരിക്കോയെയും ചായയെയും പിന്നിൽ വിട്ടിട്ടായിരുന്നു ഇച്ചിരോ മുമ്പോട്ട് നടന്നു നീങ്ങിയത്. അവരും അവനെ തടഞ്ഞതേയില്ല. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കഥ അവിടെ നിന്നും മുമ്പ് നമ്മൾ കണ്ട യുവാവുണ്ടല്ലോ ഷിമുറ, ഡോക്ടർ മാരിക്കോയോട് സംസാരിച്ച വ്യക്തി, അയാളിലേക്ക് തിരിയുന്നു. ഷിമുറ തെരുവിലൂടെ സാധനങ്ങൾ വാങ്ങി നടന്നു നീങ്ങുകയാണ്. തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് ഡോക്ടർ മാരിക്കോ വിശ്വസിച്ചിരുന്ന അതേ ഷിമുറ തന്നെ. അധികം വൈകാതെ ഡോക്ടർ മാരിക്കോക്ക് ഇച്ചിരോയിൽ നിന്നൊരു മെയിൽ ലഭിച്ചു. ആരോ ഒരാൾ ഡോക്ടറുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പേഷ്യന്റിനെ വകവരുത്താൻ പോകുന്നു എന്ന മെസ്സേജ് ആയിരുന്നു അത്. ഭയന്ന ഡോക്ടർ മാരിക്കോ പുറത്തു പെയ്യുന്ന മഴയിലൂടെ വരെ ഓടി അടുത്തുള്ള ഷിമുറയുടെ വീട്ടിലേക്ക് ചെന്നു. അകത്തേക്ക് കടന്നു ചെന്ന ഡോക്ടർ കണ്ടത് റൂം മുഴുവൻ ഇരുട്ടിൽ ആഴ്ന്നു കിടക്കുന്നതായിരുന്നു. മുമ്പിലേക്ക് കടന്നു ചെന്നപ്പോ ജീവനില്ലാതെ ഷിമുറ കിടക്കുന്നത് ഡോക്ടർ നോക്കിക്കണ്ടു. ഞെട്ടലോടെ ഡോക്ടർ മാരിക്കോ നിൽക്കുമ്പോ ആ വീടിന്റെ ഒരു വശത്ത് നിന്ന് അടക്കിപ്പിടിച്ച കുറച്ച് ശബ്ദം വരുന്നത് ഡോക്ടർ കേൾക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഒരു കുട്ടിയെ ഷിമുറ തട്ടിക്കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഡോക്ടർ കണ്ടെത്തുകയാണ്. ആ നിമിഷം ഞെട്ടലോടെ ഡോക്ടർ തിരിച്ചറിഞ്ഞു ഷിമുറ ഒരു ക്രിമിനലാണെന്ന്. അന്ന് ആ കുട്ടിയെ ഡോക്ടർ മാരിക്കോ രക്ഷപ്പെടുത്തി. അടുത്ത ദിവസം മാരിക്കോ ഇച്ചിരോയെ വിളിച്ചു. ഇച്ചിരോയോട് ചോദിച്ചു, ഷിമുറ അത്തരമൊരാളാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അവസാനമായി ഷിമുറയെ കണ്ട കാഴ്ച ഇച്ചിരോ ഓർത്തെടുത്തു. അന്ന് അവന്റെ കയ്യിലെ ഒരു മുറിപ്പാട് അവൻ മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഇച്ചിരോ നോട്ട് ചെയ്തിരുന്നു. പുറമേ കാണുന്ന പോലല്ല അവന്റെ യഥാർത്ഥ സ്വഭാവമെന്നും ആ സമയം ഇച്ചിരോ മനസ്സിലാക്കി. ഇരുവരും രണ്ട് പാലത്തിൽ നിന്നായിരുന്നു പരസ്പരം നോക്കി സംസാരിച്ചുകൊണ്ടിരുന്നത്. മരിക്കോ ഇച്ചിരോയോട് ചോദിച്ചു, എന്നെയും ആ കുട്ടിയെയും നീ രക്ഷിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇച്ചിരോ പറഞ്ഞു, എന്നെപ്പറ്റി ഓർത്ത് ആദ്യമായി വേദനിച്ചത്, എന്നെ നല്ലൊരു മനുഷ്യനായി നോക്കിക്കണ്ടത് മാരിക്കോ മാത്രമായിരുന്നു. എനിക്കതിനുള്ള നന്ദി അറിയിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അത്തരത്തിൽ ചെയ്തത്. അത് പറഞ്ഞ ശേഷം ഇച്ചിരോ ഫോൺ കട്ട് ചെയ്തു. ജീവിതത്തിൽ ആദ്യമായി അന്നവൻ പുഞ്ചിരിക്കുകയും ചെയ്തു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.